ഹലോ ഗൈസ്, വെൽക്കം ടു. ഞാൻ നിങ്ങളായിട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്കത് പകർന്നു തരാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാലുള്ള അപകടം എന്തൊക്കെയാണ് എന്ന് എന്റെ വകയായല്ല. ഞാനൊരു ഡോക്ടർ ശശികുമാർ കണ്ണൂരിലുള്ള ന്യൂറോളജി വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു അറിവും അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചും ഏകദേശം 1.5 മണിക്കൂർ സംസാരിക്കുന്നത് ഞാൻ അതേപോലെ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ അറിവ് ഞാൻ നിങ്ങൾക്ക് തരിക എന്ന് മാത്രമല്ല, ഞാനൊരു എക്സസൈസ് ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എക്സസൈസ് സ്വയം പൈസ കൊടുത്ത് എക്സസൈസ് ട്രെയിൻ ചെയ്ത് എടുത്ത് മനസ്സിലാക്കിയത് ഞാൻ നിങ്ങൾക്കും അത് പഠിപ്പിച്ചു തരും. അപ്പോൾ സ്ട്രോക്ക് എന്ന് തുടങ്ങിക്കഴിഞ്ഞാലാണ് എന്താണ് എക്സസൈസ് എന്നും എന്താണ് സ്ട്രോക്ക് എന്നും എങ്ങനെയാണ് സ്ട്രോക്ക് വരുന്നതെന്നും എങ്ങനെ സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള എല്ലാ വഴികളുമാണ് ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു പൈസ പോലും നിങ്ങൾക്ക് ചെലവില്ലാതെയാണ് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങൾക്കും പകർന്നു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഡോക്ടർ 1.5 മണിക്കൂറത്തെ സ്പീച്ച് എഴുതി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്ര ഉണ്ട്. ഞാൻ നിങ്ങളോട് പാർട്ട് 2 പറഞ്ഞു വെച്ച വിഷയം എന്താണ്? സ്ട്രോക്ക് ആണ്. ഈ സ്ട്രോക്ക് 10 പേർക്കാണ് സ്ട്രോക്ക് വരുന്നത് എങ്കിൽ ഈ 10 പേരിൽ 3 പേര് മരിക്കും. ബാക്കി വരുന്ന 7 പേര്, അതിൽ 4 പേർക്ക് കിടപ്പ് രോഗിയായി മാറും. ഈ 4 പേര് കിടപ്പ് രോഗിയായി കഴിഞ്ഞാൽ വരുന്ന അവസ്ഥകൾ പല പ്രയാസങ്ങളാണ്. ഒന്ന്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വല്യമ്മക്ക് തുടക്കം ഉണ്ടായത് എന്താന്ന് വെച്ചാല്, കാലിൽ ചെരുപ്പിട്ടാല് ഒരു കാലിൽ ചെരുപ്പുണ്ട് എന്ന് അറിയില്ല. എന്നിട്ട് ചെരുപ്പില്ലാതെ ഒരു കാലിൽ ചെരുപ്പിട്ടാണ് നടന്നു പോകുമ്പോൾ ഞങ്ങൾ അതിനെ കളിയാക്കിയിരുന്നു, ചിരിക്കും, തമാശ പറയും. കാരണം എൻ്റെ വല്യമ്മക്ക് പ്രത്യക്ഷത്തിൽ കാഴ്ചയിലൊന്നുമില്ല. ഒരു ദിവസം നല്ല വല്യമ്മ പെട്ടെന്ന് ഒരു ഭാഗം തളർന്നു പോയി എന്നല്ല, ഇഞ്ചക്ഷൻ അടിക്കാൻ വൈകി, ഡോക്ടറെ അടുത്തേക്ക് എത്താൻ വേണ്ടി വൈകി, ബ്ലോക്കായി ഒരു ഭാഗം മുഴുവൻ കുഴഞ്ഞു പോയി, ചുണ്ടൊക്കെ കോടി ഇങ്ങനെ ഒരു സൈഡിക്കായി. ഏകദേശം 2-3 വർഷം കടക്കയിൽ കടന്നു. എല്ലാ പേരമക്കളും എല്ലാവരും നോക്കി. വെള്ളം നമ്മൾ വയറിന് നിറച്ച് വെക്കും, ഇത് കിടക്കുന്ന രോഗിക്ക് കഴിക്കൂല. അപ്പൊ നമുക്ക് പ്രയാസീകാരം. ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കാനും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും ഒക്കെ വഴികളുണ്ട്. പക്ഷെ ആ വഴികൾ നമ്മൾ മനസ്സിലായാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ? ഏതൊരു സംഗതി അറിവ് നമുക്ക് ആവശ്യമാണ്. ആ അറിവിനനുസരിച്ച് തന്നെ നമുക്ക് മുന്നിൽ പോകാൻ പറ്റുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താണ്? സ്ട്രോക്ക് വന്നാൽ 3 പേര് മരിക്കും. അങ്ങനെ ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാണ്. രണ്ടാമത്തെ എന്താണ്? ഈ ബാക്കിയായ 3 പേരുണ്ടല്ലോ, 10 പേരിൽ 3 ആള് മരിക്കും, 7 ആള് ബാക്കിയാവും. 7 ആളിൽ നിന്ന് 4 പേര് കിടപ്പ് രോഗിയാവും. ആ ബാക്കി വരുന്ന 7 4 പോയാൽ പിന്നെ 3 ആളാണ് ബാക്കി. ആ 3 ആള് ചിലപ്പം രക്ഷപ്പെടും. അങ്ങനെ കുറെ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പല ആളുകളും അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു നടക്കാനും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടുന്ന വിധത്തിലായിട്ടുണ്ടാവും. അവർക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടാവും. ധാരാളം ആളുകളെ നിങ്ങൾക്കും പരിചയം ഉണ്ടാവും. പക്ഷേ നാലാമത് എന്താണ്? അങ്ങനെ രക്ഷപ്പെട്ട ആളുകൾക്ക് മറവി രോഗം വരാം, അവസ്മാരം വരാം. 4, 5 ഒന്നെന്താണ്? മരണം വരും. പിന്നെ വരികയാണെങ്കിൽ സ്ട്രോക്ക് വരും. സ്ട്രോക്ക് വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ആർക്ക്? സ്ട്രോക്ക് വന്ന ആളുകൾക്ക് തുടരെ സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. 2 അവസ്മാരം ഉണ്ടാവും. 3 മറവി രോഗമുണ്ടാവും. 4 എന്താണ്? അംഗവൈകല്യങ്ങൾ ഉണ്ടാവും. 5 തുടരെ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 10 വർഷം മുന്നേ ഉള്ള ഒരു കണക്ക് പ്രകാരം 6 പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 1 പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ലേറ്റസ്റ്റ് കണക്കില് 4 പേരെടുത്താൽ 1 പേര് ഹാർട്ട് രോഗിയാണ്. അതിലൊന്ന് ഞാനോ കേൾക്കുന്ന നിങ്ങളോ ആവാം.
അതാവാതിരിക്കാനും നമുക്ക് സ്റ്റോക്ക് വരാതിരിക്കാനും കൊളസ്ട്രോൾ കമ്മിയാവാനും ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു 5 മിനിറ്റിന്റെ വീഡിയോ അത്ര വലിയ വീഡിയോ അല്ല. അസുഖം വരുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന അറിവുകൾ ശേഖരിച്ചുകൊണ്ട് മുന്നിട്ട് പോകുകയാണെങ്കിൽ ഞാനത് കേട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്തിക്കണം. മരണം എന്തായാലും ഏതൊരു സമയത്തുണ്ടാവും. പക്ഷെ ഇങ്ങനെ ദുരമരണം, എൻ്റെ കുടുംബം പ്രയാസപ്പെടുന്നതും എൻ്റെ പട്ടിണിയാകുന്നതും അത് മാത്രമല്ല മറ്റുള്ളവരുടെ ഇടയിൽ കൈ നീട്ടിക്കാണ്ട് എനിക്കെൻ്റെ അസുഖത്തിന് മരുന്നിന് വാങ്ങുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബമാണ് ബുദ്ധിമുട്ടിലാകുക. നമ്മൾ ഈ കടപ്പ് രോഗിയായിക്കാണ്ട് ഇതൊക്കെ അങ്ങനെ കണ്ടിങ്ങനെ നിൽക്കേണ്ടി വരും. ഞാൻ വരുത്തി വെച്ചതാണല്ലോ എന്ന്. അത് വരാതിരിക്കാൻ, ആ പ്രയാസം വരാതിരിക്കാൻ നമ്മൾ കേൾക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, മുൻകരുതൽ എടുക്കുക. അതിനുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് പകർത്തി തരുന്നു മാത്രമല്ല ഇത് വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞതിന് ശേഷം അതിനുള്ള മാർഗം ഞാൻ കാണിച്ചു തരും. ഞാൻ ഒരു എക്സസൈസ് ട്രെയിനിങ് എടുത്തു ഈ കാരണത്താൽ. എന്താ സംഭവിച്ചത് എന്നുള്ള ഓരോ വീഡിയോസിലും നിങ്ങൾ ഇങ്ങനെ എൻ്റെ വീഡിയോസ് കേട്ടുപോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ആവർത്തിക്കുന്നില്ല, കേട്ടാലേ മനസ്സിലാവുള്ളൂ. മറ്റേ ഞാൻ ആവർത്തനം പറയുമ്പോൾ വീണ്ടും അതൊരു ആവർത്തനമായിട്ട് ഒരു ബുദ്ധിമുട്ടും വരും, വീഡിയോ നീണ്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് അസുഖങ്ങളൊന്നുമില്ലാതെ അസുഖമുക്തമായ ജീവിതം, മരുന്നില്ലാത്തൊരു ജീവിതം. നിങ്ങൾക്ക് ഷുഗർ ഉള്ള ആൾക്ക് നിങ്ങളുടെ ഇൻസുലിൻ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, ഗുളികകൾ മാറ്റാൻ പറ്റും. ഒരു മരുന്നും നിങ്ങൾ കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റുമോ? ഇല്ല. അതിനെന്താ മാർഗം? ആ മാർഗങ്ങളോടെയാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ നീണ്ടുപോകുമെന്ന ഭയം എനിക്കുണ്ട്. ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കുക. കുറച്ച് കാര്യം പറയുമ്പോൾ നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യവുമായി ഞാൻ വരുന്നതാണ്. അതുവരെ ഞാൻ നിങ്ങളോട് വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും.